നമസ്കാരം. ഏപ്രിൽ മാസം 27 തീയതി ഞായറാഴ്ച മുതൽ മെയ് മാസം 3 തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ രാശിഫലം 12 രാശിക്കാരെയും അതിലെ 27 നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാമാണ് ബാധിക്കുക, എന്തെല്ലാം ഫലങ്ങളാകും നൽകുക എന്നെല്ലാമാണ് ഇന്ന് നാം ഇവിടെ നവഗ്രഹങ്ങളുടെ സഞ്ചാരഫലത്താൽ വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ഈ ആഴ്ചത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു. രാഹു മീനം രാശിയിലും കേതു കന്നിരാശിയിലും സഞ്ചാരം തുടരുന്നു. ചന്ദ്രൻ അശ്വതി മുതൽ പുണർദം വരെയുള്ള നക്ഷത്രങ്ങളിൽ ഈ വാരം സഞ്ചരിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി 12 രാശിജാതർക്കും വരുന്ന വാരം വന്നു ഭവിക്കാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാർക്ക് ഈ വാരം ഗുണാനുഭവങ്ങൾ ഏറിയ ഒരു വാരമായിരിക്കും. കാരണം കൂടി കേൾക്കുക. ചന്ദ്രൻ ചാരവശാൽ ഈ വാരത്തിന്റെ ഏറിയ കൂറും ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. വാരാദ്യ ദിനങ്ങൾ ശുഭകരം ആകും. ഗൃഹത്തിൽ സന്തോഷം, സമാധാനം, സുഖം എന്നിവ ഉണ്ടാകും. ശരീരസുഖം, മനസ്സുഖം, ഉന്മേഷം എന്നിവയും ഉണ്ടാകും. തൊഴിൽ മേഖലയിലും നല്ല ദിനങ്ങളും അനുഭവങ്ങളും ഇവർക്ക് അനുഭവത്തിൽ വരും. എന്നാൽ വാരമധ്യത്തോടെ, അതായത് ബുധൻ, വ്യാഴം എന്നീ ദിനങ്ങളിൽ പൊതുവെ മനസ്സുഖം ഒന്ന് കുറയാം. ചെലവുകൾ കൂടാം. അത് സാമ്പത്തികമായ പ്രതിസന്ധികൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ എന്നിവയിലേക്കും നയിക്കാം. അതിനാൽ ഈ ദിനങ്ങളിൽ ധനക്രയവിക്രയങ്ങളിൽ ഒരു സൂക്ഷ്മത പുലർത്തുക. ശരീരസുഖവും അല്പം ഈ ദിനങ്ങളിൽ കുറയാം. എന്നാൽ വാരത്തിന്റെ അവസാനത്തോടുകൂടി ഇവർക്ക് മെച്ചപ്പെട്ട ഗുണാനുഭവങ്ങളും സുഹൃത്സംഗമം, കുടുംബസംഗമം, രോഗമുക്തി, ബന്ധുമിത്രാദികളിൽ നിന്നും സഹായം, ഐക്യം, സ്വരച്ചേർച്ച എന്നിവയും ഉണ്ടാകുന്നതാണ്. 5ാം ഭാവാധിപനായ സൂര്യൻ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ സന്താന ഗുണം, സന്താന സുഖം, സന്താനങ്ങൾക്ക് ക്ഷേമം എന്നിവയും ഈ വാരം ഉണ്ടാകും. ഇടവക്കൂർ, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഇടവക്കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമായിരിക്കും. ആഴ്ചയുടെ തുടക്കം അത്ര സുഖകരം ആകില്ല. കാരണം ചന്ദ്രൻ ചാരവശാൽ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. തന്മൂലം ചെലവുകൾ, അലച്ചിൽ, കർമ്മവിഘ്നം, രോഗാരിഷ്ടതകൾ, മാനസികമായ ഒരു സുഖക്കുറവ് എന്നിവയെല്ലാം ഉണ്ടാകാം. യാത്രാക്ലേശവും ആദ്യ ദിനങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടുകൂടി ഈ കൂറുകാർക്ക് ഈ കഷ്ടതകൾ നീങ്ങും. തൊഴിൽ രംഗത്തും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സുഖാനുഭവങ്ങൾ, മനസ്സുഖം, ശാരീരികമായ സൗഖ്യം എന്നിവയെല്ലാം ഉണ്ടാകും. ആദ്യ ദിനങ്ങളിൽ തടസ്സപ്പെട്ട കാര്യങ്ങൾ ബുധൻ, വ്യാഴം എന്നീ ദിനങ്ങളിൽ നടക്കും. എന്നാൽ വെള്ളി, ശനി എന്നീ ദിനങ്ങളിൽ വീണ്ടും കാര്യങ്ങളിൽ ഒരു മന്ദത, ആലസ്യം എന്നിവ വന്നു ഭവിക്കാം. എങ്കിലും രാശാധിപനായ ശുക്രൻ സർവാഭീഷ്ടസ്ഥാനത്ത് ഉച്ചരാശിയിൽ തുടരുന്നുവെന്നതിനാൽ സാമ്പത്തികമായ ഭദ്രത ഇവർ കൈവരിക്കുക തന്നെ ചെയ്യും. മിഥുനക്കൂർ, മകേരം 2ാം പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. മിഥുനക്കൂറുകാർക്ക് ഈ വാരം വളരെ ശുഭകരമായ ഒരു വാരമായി മാറും. ആദ്യ ദിനങ്ങൾ, അതായത് ചൊവ്വാഴ്ച വരെയും ഈ കൂറുകാർക്ക് കാര്യവിജയം, ശത്രുനാശം, സാമ്പത്തികമായ ഭദ്രതകൾ, ശരീരസുഖം, മനസ്സുഖം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്ന ദിനങ്ങൾ ആകും. കൂടാതെ കർമ്മരംഗത്തും ഈ ദിനങ്ങളിൽ മനസമാധാനം, കർമ്മപുഷ്ടി എന്നിവയും നൽകും. രോഗമുക്തി, ആരോഗ്യം, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവയും ഉണ്ടാകും. എന്നാൽ മധ്യദിനങ്ങളായ ബുധൻ, വ്യാഴം എന്നീ ദിനങ്ങളിൽ അപ്രതീക്ഷിതമായി ചില ചെലവുകൾ വന്ന് ഭവിക്കാം. കൂടാതെ ഈ ദിനങ്ങളിൽ പണം കടം കൊടുക്കുന്നതും എടുക്കുന്നതും സൂക്ഷ്മതയോടുകൂടി വേണമെന്ന് അറിയുക. എന്നാൽ വെള്ളി, ശനി എന്നീ ദിനങ്ങളിൽ ഈ കൂറുകാർക്ക് വളരെയധികം ശുഭകരമായ ദിനങ്ങളായി വീണ്ടും മാറും. ഈ കൂറുകാരുടെ രാശിയാധിപനായ ബുധനും ഇവർക്ക് അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ കർമ്മഗുണം, കർമ്മപുഷ്ടി, ബിസിനസ്സിൽ ലാഭം, മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഫലത്തിൽ വരും. കൂടാതെ സൂര്യനും ഉച്ചനായി സർവാഭീഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ഇവർക്ക് കാര്യവിജയം, അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകുകയും ചെയ്യും. കർക്കിടകക്കൂർ, പുണർദം കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. കർക്കിടക കൂറുകാർക്ക് ഈ വാരം വളരെ നല്ല ഒരു വാരമാകും. സൂര്യനും ചന്ദ്രനും ഇവർക്ക് ഇഷ്ടഭാവങ്ങളിൽ അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നത് തന്നെയാണ് കാരണം. സൂര്യൻ ഈ കൂറുകാരുടെ കർമ്മഭാവത്തിൽ അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ
ഔദ്യോഗിക മേഖലയിലും കർമ്മരംഗത്തും ഇവർക്ക് നിരവധി ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മേലധികാരികളുടെ പ്രീതി, കർമ്മരംഗത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങുകയും തൽഫലമായി മനസ്സുഖം ലഭിക്കുകയും ചെയ്യും. അധികാരികളുടെ പ്രശംസ, അംഗീകാരം എന്നിവയ്ക്കും സാധ്യതകൾ കാണുന്നു. അനുയോജ്യമായ ജോലി അവസരങ്ങൾ ലഭിക്കാം. കൂടാതെ കർക്കിടകക്കൂറുകാരുടെ രാശിയാധിപനായ ചന്ദ്രനും ഈ വാരം തന്റെ ഇഷ്ടഭാവങ്ങളിൽ അധികവും സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാം. ഞായർ മുതൽ വ്യാഴം വരെയും ഈ കൂറുകാർക്ക് രാശിയാധിപനായ ചന്ദ്രൻ അനുകൂലൻ ആകുന്നു എന്നതിനാൽ ധനാഗമം, വ്യാപാര നേട്ടങ്ങൾ, ബിസിനസ്സിൽ വളർച്ച, കുടുംബസുഖം, ക്ഷേത്രദർശനം, കുടുംബസംഗമം, സുഹൃത്ത് സംഗമം, വിനോദയാത്രകൾ എന്നിവയെല്ലാം ഫലത്തിൽ വരും. എന്നാൽ വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ ചന്ദ്രന്റെ അനിഷ്ടസ്ഥിതി മൂലം ധനക്ലേശം, അപ്രതീക്ഷിതമായ ചെലവുകൾ, യാത്രാക്ലേശം, ശാരീരികമായ ഒരു സുഖക്കുറവ്, സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും അനുഭവത്തിൽ വരാം. അതുകൊണ്ട് തന്നെ ധനപരമായും ആരോഗ്യപരമായും ഈ ദിനങ്ങളിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക. ചിങ്ങക്കൂർ മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ഈ വാരം ശുഭകരമായ ഒരു വാരമായി മാറും. അതിനുള്ള പ്രധാന കാരണം രാശാധിപനായ സൂര്യന്റെ ഉച്ചസ്ഥിതി തന്നെയാണ്. കൂടാതെ ചാരവശാൽ ചന്ദ്രനും ഈ കൂറുകാരുടെ ഇഷ്ടഭാവങ്ങളിൽ കൂടിയാകും ഈ വാരം അധികവും സഞ്ചരിക്കുക. തൽഫലമായി ശരീരസുഖം, മനസ്സുഖം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം എന്നിവയെല്ലാം ഈ വാരം ഉണ്ടാകും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി പുരോഗതി, ധനലാഭം എന്നിവയും ഫലത്തിൽ വരും. ചിട്ടി, നറുക്കെടുപ്പ് എന്നിവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരുമായി നല്ല ബന്ധം പുലർത്തും. ചന്ദ്രൻ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കർമ്മപുഷ്ടി, ഔദ്യോഗിക മേഖലയിൽ മനസ്സിന് സന്തോഷം നൽകും. പ്രശംസ, അംഗീകാരം, ബിസിനസ്സിൽ ലാഭം, വളർച്ച എന്നിവയും ഈ വാരം അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. കന്നിക്കൂർ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമായിരിക്കും ഇത്. രാശാധിപനായ ബുധൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ, ശാരീരികമായ വൈഷമ്യങ്ങൾ, അനൈക്യം എന്നിവ രൂപപ്പെടാം. കൂടാതെ വാരത്തിന്റെ ആദ്യ ദിനങ്ങളായ ഞായർ, തിങ്കൾ എന്നീ ദിനങ്ങളിൽ ചന്ദ്രന്റെ അഷ്ടമരാശിക്കൂറായി വരുന്നു എന്നതിനാൽ അന്നേ ദിനങ്ങളിൽ ചില തടസ്സങ്ങൾ, മനസ്സിന് ഒരു ആകുലത, സംഘർഷം, രോഗാരിഷ്ടതകൾ എന്നിവ ഈ കൂറുകാരെ അലട്ടാനുള്ള സാധ്യത ഉണ്ട്. കൂടാതെ സാമ്പത്തികമായും വലിയ കരാറുകൾ, കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിൽ ഈ ദിനങ്ങളിൽ ഏർപ്പെടരുത്. എന്നാൽ വാരമധ്യത്തോടുകൂടി ഈ അവസ്ഥയ്ക്ക് അയവ് പ്രതീക്ഷിക്കാം. തുടർന്ന് വാരത്തിന്റെ അന്ത്യദിനങ്ങളിൽ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ, മനസ്സുഖം, ശരീരസുഖം എന്നിവ കൈവരികയും ചെയ്യും. ഔദ്യോഗിക മേഖലയിൽ കർമ്മപുഷ്ടി കൈവരും. അത് മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും വഴി തുറക്കും. മനസ്സുഖം, ശരീരസുഖം എന്നിവ തിരികെ ലഭിക്കും. ഒരു ഉന്മേഷം, ആത്മവിശ്വാസം എന്നിവ ശരീരത്തിലും മനസ്സിലും ഒരുപോലെ പ്രതിഫലിക്കുകയും ചെയ്യും. തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. തുലാക്കൂറുകാർക്ക് ഈ വാരം സാമാന്യം അനുകൂലമായ ഒരു ആഴ്ചയാകും. വാരത്തിലെ ആദ്യ ദിനങ്ങളായ ഞായർ, തിങ്കൾ എന്നീ ദിനങ്ങൾ വളരെ ആനന്ദം പകരും. കുടുംബത്തിൽ സൗഖ്യം, ദാമ്പത്യ പ്രണയബന്ധങ്ങളിൽ ഊഷ്മളത, ഐക്യം, അനുരാഗം എന്നിവ പ്രകടമാകും. ബിസിനസ്, പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ, കൂട്ടായ പ്രവർത്തികൾ എന്നിവയിൽ വിജയം കൈവരിക്കും. തൊഴിൽ മേഖലയിലും ഗുണാനുഭവങ്ങൾ, മനസ്സുഖം എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ സമാധാനം പുലരും. എന്നാൽ ആഴ്ചയിലെ മധ്യദിനങ്ങൾ പൊതുവെ ഈ കൂറുകാർക്ക് അശുഭമായി ഭവിക്കാമെന്നതിനാൽ ഈ ദിനങ്ങളിൽ ധനക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, മംഗളകർമ്മങ്ങൾക്കും ശുഭകരമായ പ്രവർത്തികൾക്കും തുടക്കം കുറിക്കൽ എന്നിവയിൽ നിന്നും പിൻവാങ്ങുന്നതാകും ബുദ്ധി. കാരണം ചൊവ്വ, ബുധൻ എന്നീ ദിനങ്ങളിൽ ചന്ദ്രന്റെ അഷ്ടമരാശിക്കൂറായി വരുന്ന ദിനങ്ങൾ ആകയാൽ ആ ദിനങ്ങളിൽ കർമ്മവിഘ്നം, പരാജയം, അലച്ചിലുകൾ, പാഴായി പോകുന്ന യാത്രകൾ, അത് ഉയർത്തുന്ന മനോദുരിതങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം. എന്നാൽ വാരാന്ത്യത്തോടുകൂടി ഈ അഷ്ടമാവസ്ഥ മാറുമ്പോൾ ഈ കൂറുകാർക്ക് മനസമാധാനവും ഉന്മേഷവും ശരീരസൗഖ്യവും തിരികെ ലഭിക്കുകയും ചെയ്യും. വൃശ്ചികക്കൂർ വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാർക്ക് ഈ വാരം വളരെ മികച്ച ഒരു വാരമായി ഭവിക്കും. വിശേഷിച്ചും ഞായർ മുതൽ വ്യാഴം വരെയുള്ള ആദ്യ 5 ദിനങ്ങളിൽ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ പ്രതീക്ഷിക്കാം. അളവില്ലാത്ത ഒരു ഊർജം, ഉന്മേഷം, ആത്മവിശ്വാസം, നിശ്ചയദാർഢ്യം എന്നിവ ഇവർ പുലർത്തുകയാൽ ഇവരുടെ പ്രവർത്തികൾ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും. ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും ഈ വാരം ഒരുപോലെ മികച്ചതാകും. കുടുംബത്തിൽ സമാധാനം, ഐക്യം, പരസ്പര ധാരണ എന്നിവ കളത്രഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇവർക്ക് നൽകും. ശത്രുക്കൾ, കടങ്ങൾ, രോഗം എന്നിവയിൽ നിന്നും ഇവർക്ക് മുക്തി ലഭിക്കും. 10ാം ഭാവാധിപനായ സൂര്യൻ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ കർമ്മരംഗത്ത് വിജയം, കർമ്മപുഷ്ടി, അംഗീകാരം, പ്രശംസ എന്നിവ ഇവരെ തേടിയെത്തും.
ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും തന്റെ ഇടത്തോടെ ഇവർ നേരിട്ട് വിജയം നേടും. എന്നാൽ വെള്ളി, ശനി എന്നീ ദിനങ്ങൾ ചന്ദ്രന്റെ അഷ്ടമരാശിക്കൂർ ആയി വരികയാൽ ഈ ദിനങ്ങളിൽ ഈ കൂറുകാർ ഒരു ശ്രദ്ധ പുലർത്തണം. ധനക്രയ വിക്രയങ്ങൾ, വലിയ തോതിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, വലിയ തുകയ്ക്ക് ജാമ്യം നിൽക്കുക എന്നിവയിൽ ഏർപ്പെടാതെ ഇരിക്കുകയാകും ബുദ്ധി. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടം, കാലന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാർക്ക് സാമാന്യം ശുഭകരമായ ഒരു വാരമാകും ഇത്. ചന്ദ്രന്റെ ഇഷ്ടഭാവസ്ഥിതി, ഭാഗ്യാധിപനായ സൂര്യന്റെ ഉച്ചസ്ഥിതി എന്നിവയെല്ലാം ഇവർക്ക് ആനുകൂല്യത്തെയും ഗുണങ്ങളെയും നൽകുന്നു. എങ്കിലും ഞായർ, തിങ്കൾ എന്നീ ദിനങ്ങളിൽ മനസ്സിന് ഒരു സുഖം കുറയുന്ന തോന്നൽ, ഒരു അസംതൃപ്തി, ആലസ്യം, ഉന്മേഷക്കുറവ് എന്നിവ പിടികൂടാം. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ആശയക്കുഴപ്പം, വീഴ്ച എന്നിവ പ്രശ്നങ്ങളെ സൃഷ്ടിക്കാം. എന്നാൽ ആദ്യത്തെ ആ ദിനങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ വന്ന് ഭവിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. ആലസ്യം വിട്ടൊഴിഞ്ഞ് മനസ്സുഖം, ഊർജം എന്നിവ വന്ന് നിറയും. ഇതിനുള്ള പ്രധാന കാരണം മനസ്സിന്റെ കാരകൻ എന്ന് വിശേഷണമുള്ള ചന്ദ്രന്റെ വികൃതിയാണ്. ആദ്യ ദിനങ്ങളിൽ മനസ്സിനെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ആണ് എല്ലാറ്റിലും ഒരു ആലസ്യം ഇവർക്ക് തോന്നുക. എന്നാൽ തുടർന്ന് ഊർജത്തിന്റെ ഭാവമായ 6ലേക്ക് ചന്ദ്രൻ പ്രവേശിക്കുമ്പോൾ ആ ആലസ്യത്തിന്റെ സ്ഥാനത്ത് ആത്മബലം, ഊർജം, പോസിറ്റീവ് എനർജി എന്നിവ വരികയും ചെയ്യും. വാരാന്ത്യ ദിനങ്ങളിൽ ചന്ദ്രൻ കളത്രഭാവത്തിൽ ഇഷ്ടനായി സഞ്ചരിക്കുന്നതിനാൽ ദാമ്പത്യ, പ്രണയ ബന്ധങ്ങളിൽ അനുരാഗം, ഐക്യം എന്നിവ ദൃഢമാകും. കുടുംബത്തിലും ക്ഷേമം, സന്തോഷം, സമാധാനം എന്നിവ പുലരും. മകരക്കൂർ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാർക്ക് ഈ വാരം അത്ര ശോഭനമായ ഫലങ്ങളെ നൽകില്ല. എന്നാൽ വ്യാഴാഴ്ച മുതൽ സ്ഥിതിഗതികൾ മാറി ശുഭകരമാകുകയും ചെയ്യും. കുടുംബസുഖം പല കാരണങ്ങളാലും കുറയാവുന്ന ഒരു സാഹചര്യം ഉടലെടുക്കാം. അത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങളോ, അഭിപ്രായ ഭിന്നതകളോ, അതുമല്ലെങ്കിൽ ശാരീരികമായ ചില അസ്വസ്ഥതകളോ ആകാം. ശരീരസുഖത്തിൽ കുറവ് വരുമ്പോൾ സ്വാഭാവികമായും മനസ്സുഖവും കുറഞ്ഞ് നിൽക്കുമല്ലോ. സന്താന സൗഖ്യവും ഈ സമയത്ത് കുറയാം. കൂടാതെ തൊഴിൽ രംഗത്തും ആശങ്കകൾ, ആകുലതകൾ എന്നിവ പ്രവർത്തനത്തെ ബാധിക്കാം. എന്നാൽ വ്യാഴാഴ്ച മുതൽ ഇവർക്ക് ആശ്വാസത്തിന്റെ നാളുകൾ ആകുമെന്നും അറിയുക. ചന്ദ്രന്റെ 6ലെ സ്ഥിതി ഇവർക്ക് രോഗമുക്തി, ആകുലമായ ചിന്തകളിൽ നിന്നും മോചനം, ശരീരസുഖം, മനസ്സുഖം, സമാധാനം എന്നിവയെ നൽകും. പ്രണയ, ദാമ്പത്യ, കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന ആ ഒരു സുഖക്കുറവ് നീങ്ങുകയും ധാരണ, ഐക്യം, സ്നേഹം എന്നിവ കൈവരികയും ചെയ്യും. രാശ്യാധിപനായ ശനി ഇഷ്ടഭാവമായ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നുവെന്നത് ഇവർക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. കുംഭക്കൂർ അവിട്ടം 2ാം പകുതി, ചതയം, പൂരോരട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. കുംഭക്കൂറുകാർക്ക് ശുഭകരമായ ഒരു തുടക്കമാകും ഈ വാരത്തിൽ ആദ്യമുണ്ടാകുക. രോഗക്ലേശങ്ങൾ ഉള്ളവർക്ക് രോഗമുക്തി, ആരോഗ്യം, ശരീരസൗഖ്യം, മനസ്സുഖം, സമാധാനം എന്നിവ ഇവർക്ക് കൈവരും. ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തും. സഹോദര ഗുണവും ഈ ദിനങ്ങളിൽ പ്രതീക്ഷിക്കാം. ബിസിനസ്, ഔദ്യോഗിക മേഖല എന്നിവയിൽ നല്ല ദിനങ്ങളാകും ഇവർക്ക് ഉണ്ടാകുക. എന്നാൽ ബുധനാഴ്ച മുതൽ ചന്ദ്രന്റെ അനിഷ്ടസ്ഥിതി മൂലം കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, ചെറിയ മാനസിക സംഘർഷങ്ങൾ, ശരീരക്ലേശം എന്നിവ ഉടലെടുക്കാം. അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട്. തുടർന്ന് ജോലിക്കാര്യങ്ങളിലും ഒരു ഉന്മേഷം, താൽപര്യം എന്നിവ കുറയാം. എന്നാൽ ഭാഗ്യാധിപനായ ശുക്രൻ ധനഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ധനക്ലേശമോ സാമ്പത്തികമായ മറ്റു പ്രതിസന്ധികളോ ഇവരെ കാര്യമായി അലട്ടില്ല എന്നത് ഇവർക്ക് ആശ്വാസം പകരുന്നു. കൂടാതെ സൂര്യൻ ഉച്ചനായി 3ൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള ഊർജവും ആത്മവിശ്വാസവും നൽകുകയും ചെയ്യും. മീനക്കൂർ പൂരോരട്ടാതി, കാൽ, ഉത്തരട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. മീനക്കൂറുകാർക്ക് ദോഷം അധികവും ഗുണങ്ങൾ കുറഞ്ഞുമിരിക്കുന്ന ഒരു വാരമാകും ഇത്. വാരത്തിലെ ആദ്യ ദിനങ്ങളിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ വന്ന് ഭവിക്കാം. അത് സാമ്പത്തികമായ പ്രതിസന്ധികളിലേക്ക് നയിക്കാം. അതുകൊണ്ട് തന്നെ ആദ്യ ദിനങ്ങളായ ഞായർ, തിങ്കൾ എന്നീ ദിനങ്ങളിൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ ഇടപെടുമ്പോൾ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക. ബുധൻ, വ്യാഴം എന്നീ ദിനങ്ങളിൽ ഇവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ആദ്യ ദിനങ്ങൾ നൽകിയ അനിഷ്ടസ്ഥിതി നീങ്ങി ഇവർക്ക് ശാരീരിക, മാനസിക സുഖങ്ങൾ, ഊർജം, ഉന്മേഷം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, ഔദ്യോഗിക മേഖലകളിൽ ഉയർച്ച, അംഗീകാരം എന്നിവയും ഉണ്ടാകും. വാരത്തിന്റെ അന്ത്യദിനങ്ങളായ വെള്ളി, ശനി എന്നീ ദിനങ്ങളും ഇവർക്ക് വീണ്ടും പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാം എന്നതിനാൽ ആരോഗ്യകാര്യങ്ങൾ, ഭക്ഷണം എന്നിവയിൽ കൃത്യതയും കണിശതയും പുലർത്തണം. രാശ്യാധിപനായ വ്യാഴവും ഭാഗ്യാധിപനായ ചൊവ്വയും അനിഷ്ടസ്ഥിതി തുടരുന്നത് പ്രയാസങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഏപ്രിൽ 27-ാം തീയതി മുതൽ മെയ് 3-ാം തീയതി വരെ നീളുന്ന ഈ വാരത്തിൽ മേൽ പ്രസ്താവിച്ച ഫലങ്ങൾ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി അനുഭവത്തിൽ വരാവുന്നതാണ്. ഈ വിശകലനത്തിൽ നിന്നും മേടം, മിഥുനം, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, ധനു എന്നീ 6 രാശിക്കാർക്ക്
ഈ വാരം ശോഭനമായി ഭവിക്കുന്നു. ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.